ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. നമ്മൾ നമ്മുടെ ഫ്രീ ഗ്രൂപ്പിനെ ഹോൾഡാക്കിയേക്കാണ്, ഒരാഴ്ചയ്ക്ക് ഹോൾഡാക്കിയേക്കാണ്. ഇനി ഫെബ്രുവരി 1 തൊട്ടിട്ടാണ് ഫ്രീ ഗ്രൂപ്പ് നമുക്ക് അവൈലബിൾ ആവുള്ളൂ. അതുവരെ നമ്മൾ പെയ്ഡ് ഗ്രൂപ്പ് ട്രേഡ്സ് ആവും കൊടുക്കുന്നുണ്ടാവുക. ഇതൊരു പെയ്ഡ് ഗ്രൂപ്പ് അഡ്വാൻറ്റേജ് ആയിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി, വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് ആരെങ്കിലും ഫ്രീ ഗ്രൂപ്പിൽ കയറണമെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഫ്രീ ഗ്രൂപ്പ് എന്താണ് റൺ ചെയ്യും. പക്ഷെ നമ്മൾ ഫെബ്രുവരി 1 തൊട്ടിട്ട് ഫ്രഷ് ആയിട്ടാണ് റൺ ചെയ്യിക്കാന്ന് മാത്രം. ഇതുവരെയും പെയ്ഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്ട്രാറ്റജി നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഫ്രീ ഗ്രൂപ്പിൽ പ്രീവിയസ്ലി പ്രോഫിറ്റബിൾ ആണെങ്കിൽ മാത്രം, അങ്ങനെ ഒരു കണ്ടീഷൻ ഇരിക്കുന്ന ട്രേഡേഴ്സ് മാത്രം പെയ്ഡ് ഗ്രൂപ്പിലേക്ക് വന്നാൽ മതി. ഇനിയിപ്പോൾ തന്നെ പെയ്ഡ് ഗ്രൂപ്പിൻ്റെ ഫീ ഒക്കെ ഇൻക്രീസ് ആവുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടീഷൻ പഠിക്കുക. കറക്റ്റായിട്ട് കണ്ടീഷൻ പഠിച്ചിട്ട് നിങ്ങൾ പെയ്ഡ് ഗ്രൂപ്പിലേക്ക് വരിക. കണ്ടീഷൻ അറിയാതെ നിങ്ങൾ പെയ്ഡ് ഗ്രൂപ്പിൽ അതും ഇൻക്രീസ് ആയ ഫീ കൊടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ടായിട്ട്. ഇതാണ് എൻ്റെ പെയ്ഡ് ഗ്രൂപ്പ്. നമുക്കൊന്ന് പെയ്ഡ് ഗ്രൂപ്പിൽ 7 ട്രേഡാണ് ആക്ടിവേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അതിലൊരു ഡയറക്റ്റ് എസ് ഒരെണ്ണം വന്നിട്ടുണ്ട്. ബാക്കി 6 ട്രേഡും മിനിമം 1:1 ആണ് കിട്ടിയേക്കുന്നത്. പിന്നെ ബാങ്ക് നിഫ്റ്റിയിലൊരു ഫുൾ ടാർഗറ്റ് 100 പോയിൻറ്റ്, നിഫ്റ്റിയിലൊരു 45 പോയിൻറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് കിട്ടിയൊരു ട്രേഡും ഉണ്ട്. അപ്പോൾ അത്രയാണ് പെയ്ഡ് ഗ്രൂപ്പിലത്തെ ടോട്ടൽ പറയാനുള്ളത്. ഞാൻ എല്ലാ ട്രേഡും ഞാൻ എടുത്ത് കാണിക്കണമെന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ട്രേഡും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് 7 ട്രേഡ് ഉണ്ട്. അപ്പോൾ 7 ട്രേഡും കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം പോവും. അപ്പോൾ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് വന്ന ട്രേഡുകൾ തന്നെ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റി ലെവൽസ്, ഇതാണ് നിഫ്റ്റി ലെവൽസ്, ഇതാണ് നമ്മുടെ ട്രേഡിംഗ് റൂൾസ്. ഈ റൂൾസ് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. ബയേഴ്സ് ലോസ് സെല്ലേഴ്സ് റിജക്ട് ചെയ്താലേ നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആവുള്ളൂ. ട്രേഡ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ അതിൽ കുറച്ച് കണ്ടീഷൻസ് വേറെയുണ്ട്. 100 പ്രൈസ് എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഈ 100ൻ്റെ മുകളിൽ 110 സെല്ലേഴ്സ് സ്കാനിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 രൂപ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം അടിയിലേക്ക് വരുമ്പോൾ ഒന്നെങ്കിൽ ലിമിറ്റ് ഓർഡറുമ്പോൾ തട്ടിയിട്ട് വരുന്ന പ്രൈസിൽ നിങ്ങൾ ബൈ എടുക്കുക. അല്ലെങ്കിൽ അത്യാവശ്യം 2 രൂപ വ്യത്യാസത്തിന് 3 രൂപ വ്യത്യാസം നിങ്ങൾക്ക് നിഫ്റ്റിനെ കിട്ടുകയാണെങ്കിൽ അപ്പോഴും ബൈ എടുക്കാം. വേറെ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100യുടെ മുകളിൽ ഒരു 105 സെല്ലേഴ്സ് റേഷ്യോ വന്നേക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി അടിയിലേക്ക് ഈ SLൻ്റെ ഭാഗത്തേക്ക് വരുന്നിടത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് എൻട്രി എടുക്കാം. അതായത് SL നമ്മൾ 10 പോയിൻ്റാണ് നിഫ്റ്റിയിൽ ഇടുന്നത്. അപ്പോൾ 100 രൂപയാണ് നമ്മൾ മേടിക്കേണ്ട പ്രൈസ്. അപ്പോൾ നിങ്ങളൊരു 95 94 ബൈ എടുക്കുക. മനസ്സിലായില്ലേ? അങ്ങോട്ട് ക്യാൻഡിൽ വരും. ആ വരണ നേരത്തെ നിങ്ങൾ ബൈ എടുത്ത് കഴിഞ്ഞ് ഇത്രയും പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് അവിടെ. അങ്ങനത്തെ മോഡൽ ട്രേഡുകളൊന്നും ഉണ്ടായിട്ടുണ്ട്. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞായിരുന്നു. കറക്റ്റ് SL വരുന്ന ഭാഗത്തുനിന്ന് ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് വരും എന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ ട്രേഡ് എടുത്തവർക്ക് അങ്ങനെയും പ്രോഫിറ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് ഉണ്ടായിരുന്ന ട്രേഡ് 23,100C, 23,100P, 48,300P, 48,400C. ഇത് മാത്രമല്ല, ഇനി സ്ട്രൈക്കുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സ്ട്രൈക്കുകൾ ഞാൻ രാവിലെ വരുന്നത് എല്ലാവരും ട്രേഡിംഗ് വ്യൂ ആപ്പിൽ വരച്ച് വയ്ക്കണം. മനസ്സിലായില്ലേ? എന്നാലാണ് നിങ്ങൾക്ക് അവിടെ വരുന്ന നേരത്ത് ആ പ്രൈസിൻ്റെ മുകളിലേക്ക് വരുന്ന നേരത്ത് നമ്മുടെ കണ്ടീഷൻ ആക്ടിവേറ്റ് ആയിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. 48,300Pയുടെ വേറൊരു പ്രൈസ് 656.50, 21,100Pയുടെ വേറൊരു പ്രൈസ് 257. ഇതിൽ നമുക്ക് ഫസ്റ്റ് ആക്ടിവേറ്റ് ആയിരുന്നത് 257 രൂപയാണ്. അതായത് 23,100P 257 എന്ന് പറഞ്ഞ പ്രൈസ്, ആ പ്രൈസാണ് നമുക്ക് ഫസ്റ്റ് ആക്ടിവേറ്റ് ആയിരുന്നത്. 9:16 കൊടുത്ത ലെവലാണ് കേട്ടോ അത്. അപ്പോൾ ഇതാണ് ട്രേഡ് 23,100P1. ഇത് 10 പോയിൻ്റാണ് കിട്ടിയത്. മനസ്സിലായില്ലേ? ഈ ഒറ്റ ട്രേഡിൽ 10 പോയിൻ്റേ കിട്ടിയിട്ടുള്ളൂ. 16 പോയിൻ്റാണ് ഈ ട്രേഡിൽ കണ്ടിട്ടുള്ളൂ. പിന്നെ ഡയറക്റ്റ് SLക്ക് പോയായിരുന്നു. പക്ഷേ എന്ന് വെച്ചാൽ ഞാൻ വേറൊരു കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഈ ട്രേഡ് ഇവിടെ നമ്മൾ നോക്കുക, ബയേഴ്സ് ഇവിടെ ക്ലോസ് ചെയ്തു, ഇവിടെയും ക്ലോസ് ചെയ്തു, സെല്ലേഴ്സ് ഇവിടെ റിജക്റ്റ് ചെയ്തു. നമുക്ക് ഡയറക്റ്റ് എൻട്രി ആണ് അവിടുന്ന്. ഇവിടെ നിന്ന് എടുത്ത് 16 പോയിൻ്റ് എടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ ലിമിറ്റിൽ എടുക്കണ്ടെന്ന് ഞാൻ കറക്റ്റായിട്ട് കൊണ്ടായിരുന്നു. ഫസ്റ്റ് ട്രേഡ് ഐ സൈഡ് ഡോൺ ബൈ ഇൻ ലിമിറ്റ് ഓർഡർ എന്ന് കറക്റ്റായിട്ട് കൊണ്ടായിരുന്നു. ഇതിന് മാത്രമല്ല ഇവിടെയും ഉണ്ടായിരുന്നു. 9:21 പറഞ്ഞു നോട്ട് ബൈ ഇൻ ലിമിറ്റ് ഓക്കെ എന്ന് കൊണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ലിമിറ്റിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് പി സൈഡിലേക്ക് നല്ല ഗ്യാപ്പ് ഡൗൺ നിഫ്റ്റിക്ക് വന്നതാണ്. അപ്പോൾ ഒരു സൈഡിക്കുള്ളൊരു പുഷും കൂടിയും അവിടെ വരണ പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവിടെ ലിമിറ്റിൽ എടുക്കണമെന്ന് പറഞ്ഞത്. അതിന് അടിയിൽ നിന്ന് എടുത്താലും നമുക്ക് SL പോവും. അപ്പോൾ ലിമിറ്റിൽ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ നിന്ന് എടുക്കണമെന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ അതാണ് ഈ ട്രേഡ് 1:1 കിട്ടിയൊരു ട്രേഡാണത്. അല്ല, പിന്നെ ഞാൻ പറഞ്ഞല്ലേ സൈഡിക്കാണ് എൻട്രി വരേണ്ടാവുകയെന്ന്. അപ്പോൾ നമുക്ക് അതിൽ രണ്ടാമതായിട്ട് ആക്ടിവേറ്റ് ആയിക്കുന്നത് 23,100C ആണ്. 124.20 അതാണ് എൻ്റെ പ്രൈസ്. ആക്റ്റീവ് ആയിക്കുന്നത് 9:37. ഇതാണ് ആ ട്രേഡ്. സൈഡിക്കുള്ള ട്രേഡ് ഇതാണ് 21,100P. ബയേഴ്സ് ലോസ് ചെയ്തു, സെല്ലേഴ്സ് ഇവിടെ റിജക്റ്റ് ആക്കി. ഇവിടെ തന്നെ മേടിക്കിയത് ഇപ്പോൾ സെല്ലേഴ്സ് റിജക്റ്റ് ആക്കി
പ്രൈസ് നോക്കും നിങ്ങൾ. 124 അടിക്കാൻ പറഞ്ഞാൽ 127 റിജക്റ്റ് ആക്കി. അവിടെ നിന്ന് തന്നെ കിട്ടും, 127 തന്നെ കിട്ടും. അവിടെ നിന്ന് മേടിക്കുക. 10 പോയിൻറ്റ്, ഇതൊരു 13 പോയിൻറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇനി ഇൻ കേസ് അവിടെ മേടിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഞാൻ പിന്നെയും പറഞ്ഞിരുന്നു ലിമിറ്റിലേക്ക് വരുമ്പോൾ ഒന്നുകൂടി മേടിച്ചോളാം. ഇവിടെ ഞാൻ കറക്റ്റായിട്ട് ലിമിറ്റിലേക്ക് വരുമ്പോൾ ഒന്നുകൂടി മേടിച്ചോളാൻ പറഞ്ഞു. മുകളിലിപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഈ സെൽ രജിസ്ട്രേഷൻ ഇവിടെ വന്നു, ഇവിടെ നിന്ന് മേടിച്ചിട്ടില്ല. ഇവിടെ നിന്ന് മേടിച്ച് ഒരു 13 പോയിൻറ്റ് ഒരാൾ എടുത്തില്ല എന്ന് വയ്ക്കുക. എന്ന് വെച്ചാൽ ലിമിറ്റിലേക്ക് ഈ ക്യാനിൽ നേരിട്ട് വന്നത് നിങ്ങൾ കാണാമല്ലോ. ഇവിടെ എത്തുമ്പോൾ മേടിച്ചോളാനെ പറഞ്ഞു ഞാൻ. ഉണ്ടല്ലേ, യു ക്യാൻ ഓൾസോ ബൈ ലിമിറ്റ്, ഡോണ്ട് വറി, കീപ്പ് എസ് എൽ 10 പോയിൻറ്റ്സ്. മനസ്സിലായില്ലേ? 9:42 ഞാൻ പറഞ്ഞത്. 9:42 എന്ന് പറഞ്ഞാൽ ഈ റെഡ് ക്യാനിൽ ഇവിടെ നിൽക്കുന്ന നേരത്തെ തന്നെ ഞാൻ പറഞ്ഞ ലിമിറ്റിൽ മേടിച്ചോളാം. പിന്നത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ 127 ഇവിടെ നിന്ന് ആക്റ്റീവായ ട്രേഡാണെന്ന് ഞാൻ പറഞ്ഞു. ചിലവരിത് ലിമിറ്റിട്ട് നിൽക്കണവരുണ്ടാവും. മനസ്സിലായില്ലേ? ലിമിറ്റിൽ തന്നെ മേടിക്കണം വെച്ചിട്ട് നിൽക്കണവരുണ്ടാവും. അവർക്ക് ഓട്ടോമാറ്റിക്കലി ട്രിഗർ ആവും. പിന്നെ ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ നേരത്ത് ചാടി മേടിക്കണവർക്കും അത് കിട്ടും. മനസ്സിലായില്ലേ? അത് അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നല്ലൊരു പോയിന്റ് പോയിട്ടുണ്ട്. 17 പോയിൻറ്റ് മൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട് ലിമിറ്റിൽ നിന്ന് മേടിച്ചവർക്ക് കേട്ടോ. ലിമിറ്റിൽ നിന്ന് അതിൻ്റെ അടിയിൽ നിന്ന് മേടിച്ചവർക്ക് നല്ല പോയിന്റ് കിട്ടിയിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ട്രേഡ്. പിന്നെ നമുക്ക് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നത് ബാങ്ക് നിഫ്റ്റിയിലാണ്. 48,400 സിയിലാണ് ആക്ടിവേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഇതാണ് ആ ട്രേഡ്, 48,400 സി. ബയേഴ്സ് ലോസ് ചെയ്തു, സെല്ലേഴ്സ് റിജക്റ്റ് ആക്കി. പിന്നെ ഒരു അത്യാവശ്യം പ്രൈസിലേക്ക് വരുന്ന നേരത്തെ മേടിക്കിയത് ഇവിടെ നിന്ന് മേടിക്കാം, 296 മേടിക്കാം. ഇനിയിപ്പോൾ 300 മേടിക്കാം. ഈ 300 പറഞ്ഞാൽ ഈ റേഞ്ചിൽ നിന്നും മേടിക്കാം, തെറ്റൊന്നുമില്ല ഈ റേഞ്ചിൽ നിന്ന് മേടിച്ചുകൊണ്ട്. ഞാനിപ്പോൾ 293 തൊട്ടാണത്. നമുക്ക് ചിലപ്പോൾ 300 കിട്ടുണ്ടാവുക. നമുക്ക് 10 പോയിൻറ്റ് വ്യത്യാസം അവിടെ തന്നെ ആയില്ലേ. അപ്പോൾ ചിലർ 300 മേടിച്ചവരുണ്ടാവും. അതൊരു പ്രശ്നമല്ല, അങ്ങനെ മേടിച്ചവരും ഉണ്ടായിക്കോട്ടെ. ഇപ്പോൾ ഏത് ടൈപ്പ് ആളാണെങ്കിലും ഇതിലവർക്ക് എന്തായാലും പ്രോഫിറ്റാണ്. അതായത് 60 പോയിൻറ്റിൻ്റെ പ്രോഫിറ്റ് എന്തായാലും കിട്ടിയിട്ടുണ്ടെങ്കിൽ 63 പോയിൻറ്റിൻ്റെ പ്രോഫിറ്റ്, അതായത് 1:3 ആണെങ്കിൽ കിട്ടിയാണത്. പിന്നെ നിങ്ങളിത് ആലോചിക്കേണ്ട കേസ്, നമുക്ക് എല്ലാ ട്രേഡും ടാർഗറ്റിക്കൊന്നും പോവില്ല കേട്ടോ. അത് ഞാൻ ഇപ്പോഴേ പറയാം. നമുക്ക് ഒരു 7 ട്രേഡ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു. 7 ട്രേഡ് നമുക്ക് ആകെ ഒരു ടാർഗറ്റേ വന്നിട്ടുള്ളൂ. പിന്നെ ഒരു നിഫ്റ്റിയിലൊരു 44 പോയിൻ്റ് പിന്നെ വന്നിട്ടുള്ളൂ. അപ്പോൾ എല്ലാ ട്രേഡും ടാർഗറ്റിക്ക് പോകണമെന്ന് വാശി പിടിച്ച് കഴിഞ്ഞാൽ നടക്കുന്ന പരിപാടിയില്ല. നിങ്ങൾ ഈ 1:3, 1:4 ഒക്കെ കാണുന്ന നേരത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടതെന്ന്. നമ്മുടെ കണ്ടീഷൻ ആക്ടിവേറ്റ് ആയി, നിങ്ങളോട് ട്രേഡ് എടുത്തു. ഇപ്പോൾ 300 ട്രേഡ് എടുത്തു നോക്കി. ഈ 300 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എസ് എൽ ഉണ്ടല്ലോ കറക്റ്റ് 20, 30 എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ എസ് എൽ ഉണ്ട്. എസ് എൽ ഞാൻ നിങ്ങളുടെ കയ്യിൽ കിട്ടേക്കാണ്. മനസ്സിലായില്ലേ? എസ് എൽ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, പെയ്ഡ് ഗ്രൂപ്പിൽ ഞാൻ എസ് എൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ എസ് എല്ലിൻ്റെ മുകളിൽ നിങ്ങൾ കൊടുക്കണമെങ്കിൽ എനിക്കറിയേണ്ട കാര്യമില്ല. എന്തായാലും അത് നിങ്ങളുടെ താല്പര്യമാണ്. അപ്പോൾ ഞാൻ പറയണ കേസ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇത്തിരി മുകളിൽ ഇതിനോട് കൂടുതൽ എസ് എൽ കൊടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ആ എസ് എല്ലിൻ്റെ 1:1, അതായത് 40 പോയിൻറ്റ് എസ് എൽ കൊടുക്കാൻ നിൽക്കും ഒരാൾ. അപ്പോൾ 40 പോയിൻറ്റ് ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ തന്നെ 40 പോയിൻറ്റ് നിങ്ങൾ ടാർഗറ്റ് എത്തി. അപ്പോൾ തന്നെ ചെയ്യേണ്ടത് 2 ലോട്ട് മേടിക്കുന്ന ആളാണെങ്കിൽ 1 ലോട്ടിനെ 40 പോയിൻറ്റ് പ്രോഫിറ്റിൽ വിൽക്കുക. എന്നിട്ട് 1 ലോട്ടിനെ കറക്റ്റ് 40 പോയിൻറ്റ് എസ് എല്ലിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ പിന്നെ നിങ്ങൾ തിരിച്ച് വന്നാലും ബ്രോക്കറേജ് മാത്രമേ നിങ്ങൾക്ക് പോകുന്നുള്ളൂ. തിരിച്ച് വന്ന് എസ് എൽ അടിച്ചാലും ബ്രോക്കറേജ് മാത്രമേ പോകുന്നുള്ളൂ. ബാക്കി നിങ്ങൾക്ക് മുകളിലേക്ക് കിട്ടുന്നതൊക്കെയും പ്രോഫിറ്റാണ്. മനസ്സിലായില്ലേ? എത്ര വരെ പോകണു? അത് ചിലപ്പോൾ ഒറ്റ ക്യാൻഡിൽ ചിലപ്പോൾ 2-3 ക്യാൻഡിൽ തന്നെ ആയിട്ട് ചിലപ്പോൾ ഒരു 200 പോയിൻറ്റ് റണ്ണ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പാനിക്കാവേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? പാനിക്കിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തായാലും പ്രോഫിറ്റ് അവിടെ വരും കറക്റ്റായിട്ട്. അപ്പോൾ എല്ലാവരും ഈ സ്ട്രാറ്റജിയും കൂടി എല്ലാവരും പരിഗണിക്കുക. നമ്മുടെ ഫ്രീ ഗ്രൂപ്പിലും പെയ്ഡ് ഗ്രൂപ്പിലും ജോയിൻ ആവാത്ത കുറേ മെമ്പേഴ്സ് ഉണ്ട്. യൂട്യൂബിൽ വീഡിയോ കാണുന്ന കുറേ മെമ്പേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിങ്ങിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. ഇത് ഭയങ്കര യൂണീക്കാണെന്ന് ഞാൻ പറയണില്ല കേട്ടോ. ഇനിയിപ്പോൾ യൂണീക്കാണ് ഞാനാണ് കണ്ടുപിടിച്ചത് അങ്ങനെയൊന്നല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. ബ്രോക്കറേജ് മാത്രമേ പോകുന്നുള്ളൂ. നിങ്ങൾ ആ മൈൻഡ് സെറ്റിക്ക് വന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതായിരുന്നു നമ്മുടെ 3ാമത്തെ ട്രേഡ്. നമുക്ക് 60 പോയിന്റിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പെയ്ഡ് ഗ്രൂപ്പിലിരിക്കുന്ന എല്ലാ മെമ്പേഴ്സും ഫ്രീ ഗ്രൂപ്പിലിരിക്കുന്ന എല്ലാ മെമ്പേഴ്സും ഞാൻ തരുന്ന വോയിസ്, ഞാൻ എന്തിനാണ് ഫ്രീ ഗ്രൂപ്പിൽ വോയിസ് തരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിലത്തെ മാർക്കറ്റിൻ്റെ സെറ്റപ്പ്, അല്ലെങ്കിൽ നമ്മുടെ ട്രേഡിങ് സെറ്റപ്പ്, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ എസ് എൽ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഇതിനൊക്കെ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ ആ പെർട്ടിക്കുലർ സ്ട്രൈക്കിൽ വരുന്നുണ്ടെങ്കിൽ ആക്റ്റീവ് ആയ ശേഷം, മനസ്സിലായില്ലേ, അതുണ്ടെങ്കിലാണ് ഞാൻ ഇങ്ങനെ വോയിസ് തരുന്നത്. അപ്പോൾ ഞാൻ തരുന്ന എല്ലാ വോയിസും കേൾക്കാൻ നോക്കുക കേട്ടോ. എന്നാലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയകൾ കിട്ടുള്ളൂ അവിടെ. പിന്നെ ഞാൻ കൊടുത്ത ലെവൽ 22,900 PE ആണ്. ഇത് മാത്രമല്ല 47,900 PE, 47,900 C, 22,900 C ഇത്രയും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെയും ഇപ്പോൾ വെള്ളിയാഴ്ചത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഒരു ചലഞ്ചിൻ്റെ കാര്യം കൊണ്ടുവരുന്നു. 11 മണിക്ക് ശേഷം നിങ്ങളുടെ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട്, സപ്പോർട്ട് ബ്രേക്കൗട്ട്, റെസിസ്റ്റൻസ് ബ്രേക്കൗട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും പാറ്റേൺ ബ്രേക്കൗട്ട് അങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ ആഗ്രഹമുണ്ട്.
അപ്പോൾ പക്ഷെ നിങ്ങൾക്ക് പ്രൈസുകൾ അറിയില്ല, സ്ട്രൈക്കർ എടുക്കാൻ അറിയില്ല, അങ്ങനത്തെ സിനാരിയോ ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സ്ട്രൈക്ക് എടുത്തിട്ട് ആ ബ്രേക്ക് ഔട്ട് ആവണ നേരത്തെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. മനസ്സിലായില്ലേ? എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബൈയിങ് പ്രൈസ് ഏതാണെന്ന് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. കറക്റ്റ് ബൈയിങ് പ്രൈസ് എവിടെയാണെന്നാണ് ഞാൻ അവിടെ പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങൾക്കും ആ ഫെസിലിറ്റി വേണമെങ്കിൽ യൂസ് ചെയ്യാം. പെയ്ഡ് ഗ്രൂപ്പിൽ എല്ലാ ദിവസവും അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് പെയ്ഡ് ഗ്രൂപ്പിൽ കയറിയിട്ട് അത് യൂസ് ചെയ്യാം. 3 മണി വരെയും ഞാൻ അവൈലബിൾ ആണ് ആ ഒരു സർവീസും. ഫ്രീ ഗ്രൂപ്പിലുള്ളവർക്ക് ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഇടയ്ക്കിടയ്ക്കാണ് വരുള്ളൂ. മനസ്സിലായില്ല? എല്ലാ ദിവസവും ഇല്ല, ഇടയ്ക്കിടയ്ക്കാണ് കിട്ടുള്ളൂ. പിന്നെ ഇതൊന്നും നമ്മുടെ കണ്ടീഷനല്ല, അതാണ് ഞാൻ ഗ്രൂപ്പിലിട്ടാണത്. ഈ സെല്ലേഴ്സ് കാനലിൻ്റെ ബോഡി ലോസ് അടിയിലാവുന്നതാണത്. അപ്പോൾ നമുക്ക് ആക്റ്റീവ് അല്ല. നമുക്ക് പിറ്റത്തെ കാനൽ എന്താ ചെയ്യണമെന്ന് നമുക്ക് കാണാം. അവിടെ ഒരു ചാടിക്കാരന് കുറേ ആൾക്കാരുണ്ടാകും. അത് അടി മുകളിലാണ് സെല്ലേഴ്സ് കാനലിൽ കിട്ടിയെന്ന് വെച്ചാൽ ചാടിക്കാരൻ ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ എസ്എൽ ഈ ഒറ്റ കാനലിലേ പോകും. മനസ്സിലായില്ലേ? പിന്നെ നമുക്ക് ആക്റ്റീവ് ആണെങ്കിൽ 47,900 ആണ്. 47,900 493.10. ഇതാണ് നമ്മുടെ ഫുൾ ടാർഗറ്റ് വന്ന ട്രേഡ്. 47,900 1:5 ആണ് ഇതിൽ ആക്റ്റീവ് ആയിരിക്കണത്. കുറച്ചു നേരം പിടിച്ചു, എന്നിട്ട് കിട്ടിയിട്ടുള്ള ട്രേഡാണ് കേട്ടോ അത്. അവിടെ നമ്മൾ നോക്കും, ബൈയേഴ്സ് വരെ ക്ലോസ് ചെയ്തു, ബൈയേഴ്സ് വരെ ക്ലോസ് ചെയ്തു, ബൈയേഴ്സ് പിന്നെയും ക്ലോസ് ചെയ്തു, ബൈയേഴ്സ് തന്നെയാണ് മുകളിൽ ക്ലോസ് ചെയ്തു. പിന്നെയാണ് സെല്ലേഴ്സ് റേഷൻ ഇവിടെ കിട്ടുന്നത്. ഞാൻ മേടിക്കാൻ പറഞ്ഞ പ്രൈസ് ഏതാണ് കറക്റ്റായിട്ട് ചിന്തിക്കുക നിങ്ങൾ. 493 ഞാൻ മേടിക്കാൻ പറഞ്ഞ പ്രൈസ്. ഒന്നെങ്കിൽ ഈ സെല്ലേഴ്സ് റേഷൻ കഴിഞ്ഞിട്ട് അടിയിലേക്ക് വരുന്ന ഈ റെഡ് ക്യാനിൽ 510 ആണ്. അപ്പോൾ ഈ സെല്ലേഴ്സ് ക്യാനിൽ വന്നേക്കുന്നത് 509 വന്നതാണ്, 509. അപ്പോൾ 493 509 തമ്മിൽ വ്യത്യാസം ഒരു 10-15 രൂപയുടെ വ്യത്യാസമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ബൈ എടുക്കാം. അപ്പോൾ അടുത്ത ക്യാനിൽ എന്താ ചെയ്ത് നോക്കി നോക്കുക നിങ്ങൾ. കറക്റ്റായിട്ട് ഇതൊരു 505 വരെ വന്നിട്ടുണ്ട്. അതായത് കറക്റ്റ് ഒരു 10-12 രൂപ വ്യത്യാസം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സിനാരിയോ നിങ്ങൾക്ക് എൻട്രി എടുക്കാം. ഇനിയിപ്പോൾ ഇത് ലിമിറ്റിൽ വന്നാലും നിങ്ങൾക്ക് എൻട്രി എടുക്കാം, ഒരു പ്രശ്നമില്ല. ഈ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിൽ ഞാൻ ലിമിറ്റിൽ എടുത്തോന്നും പണ്ടായിരുന്നു കേട്ടോ. ഇത് കുറേ നേരം ഉണ്ടായിരുന്നു ട്രേഡ്, എന്നിട്ടാണ് നമുക്ക് ടാർഗറ്റിലേക്ക് പോയിക്കണത്. 100 പോയിൻ്റാണ് എൻ്റെ ടാർഗറ്റ് വരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞിട്ടെ ഒരു കാര്യം കൂടി ഞാനിതിൽ ആഡ് ചെയ്യാം. മനസ്സിലായില്ലേ? ഇപ്പോൾ എല്ലാവരും ഈ ടാർഗറ്റ് ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ 100 പോയിന്റിൽ കിട്ടി, ഞാൻ വലിയ കാര്യത്തിൽ ഇവിടെ ഇരുന്നിട്ട് 100 പോയിന്റ് കിട്ടി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. പക്ഷെ എല്ലാവരും ഈ ടാർഗറ്റ് എടുത്ത് നിർബന്ധമല്ലേ. ഇതിപ്പോൾ ഇവിടെ നിന്ന് എടുത്ത ആളാന്ന് നോക്കി, ഇപ്പോൾ ഈ പോയിന്റ് 505 എടുത്തു. 505 എടുത്ത ആൾക്ക് ഒരു 60 പോയിന്റ് വൺ വേയിൽ വന്നിട്ടുണ്ട്. ഈ 60 പോയിന്റ് എടുത്ത് ആ ട്രേഡർ ചിലപ്പോൾ എക്സിറ്റ് ആവാം. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ലിമിറ്റിൽ എടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ലിമിറ്റിൽ ഇവിടെ നിന്ന് എടുത്തു. ഈ ലിമിറ്റിൽ നിന്ന് 50 പോയിന്റ് ഡയറക്റ്റ് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ എക്സിറ്റ് ആവുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ ഈ ലിമിറ്റിലാണ്, ഈ ലിമിറ്റിൽ നിന്ന് ഡയറക്റ്റ്ലി പോയിക്കുന്നത് 97 പോയിന്റ്. അപ്പോൾ ഇതിലൊക്കെ എക്സിറ്റ് ആവാനുള്ള സാധ്യതകൾ ഇഷ്ടം പോലെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഫുൾ ടാർഗറ്റ് കിട്ടണം നിർബന്ധമില്ല ഇതിൻ്റെ ഉള്ളിലൊന്നും. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് 20 പോയിന്റ് എസ് എൽ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 30 പോയിന്റ് എസ് എൽ ഇടാം. ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കംഫർട്ടബിൾ നിങ്ങൾ ഇടുക. എന്നിട്ട് നിങ്ങൾക്ക് പറ്റാവുന്ന ടാർഗറ്റ് നിങ്ങൾ പിടിക്കുക, പിന്നെ ഇറങ്ങുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കുറേ നേരം ട്രേഡ് നിൽക്കുമ്പോൾ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു മിനിമം പ്രോഫിറ്റ് എത്തുമ്പോൾ ഒരു ലോഡിനെ വിറ്റിട്ട് ഒരു ലോഡിനെ എസ് എല്ലിൽ ഇടുക എന്നുള്ളതാണ് മിനിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ആ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടെൻഷനില്ലേ. മനസ്സിലായില്ലേ? എസ് എല്ലിക്ക് വന്നിട്ട് അത് ഹിറ്റ് ആയാലും ബ്രോക്കറേജോ പോകണുള്ളൂ. പിന്നെ മാർക്കറ്റ് തീരുമാനിക്കും അത് ടാർഗറ്റിലേക്ക് പോകണോ അല്ല ടാർഗറ്റിൻ്റെ മുകളിലേക്ക് പോകണോ, ഒറ്റ ക്യാൻഡലിൽ തന്നെ നല്ല ഹൈ കിട്ടണോ, അല്ലെങ്കിൽ ഒറ്റ ക്യാൻഡിൽ എസ് എല്ലിൽ പോകണമെന്നൊക്കെ മാർക്കറ്റ് തീരുമാനിക്കും. നമുക്ക് ഒരു മിനിമം പ്രോഫിറ്റ് നിങ്ങൾ എടുത്തിട്ട് ഒരു ലോട്ടിന് അങ്ങോട്ട് വിൽക്കുക, ബാക്കി ഒരു ലോട്ടിന് അവിടെ വെക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ബ്രോക്കറേജ് മാത്രമേ പോകുള്ളൂ. നിങ്ങൾ അങ്ങനെയൊക്കെ ശീലിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റിലേക്ക് വരാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ടാർഗറ്റ് അടിച്ച ട്രേഡ്. 100 പോയിന്റ് അടിച്ച ട്രേഡ് ഇതാണ്. ഈ ഒറ്റ ട്രേഡ് നമുക്ക് 100 പോയിന്റ് അടിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ആക്റ്റീവ് ആയിക്കുന്നത് 22,900 ആണ് കേട്ടോ. ഇത് ഈ ട്രേഡിൻ്റെ പ്രത്യേകതയുണ്ട്. ഈ ട്രേഡ് നമുക്ക് ഡയറക്റ്റ് എസ് എൽ വന്ന ട്രേഡാണ്. ഞാൻ പറഞ്ഞില്ല ഒരു എസ് എൽ വന്നിട്ടുണ്ടെന്ന്. ആ എസ് എൽ വന്ന ട്രേഡാണിത്. പിന്നെ അതിനൊരു റീ എൻട്രി ഉണ്ട്. എസ് എൽ ഹിറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇവിടെ കറക്റ്റായിട്ട് 11 മണിക്കാണ് നമുക്ക് എസ് എൽ ഹിറ്റ് ആയിരിക്കുന്നത്. ദർ ഈസ് ഓൺലി റീ എൻട്രി, കീപ് ലുക്കിംഗ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ആ ഒറ്റ ട്രേഡിൽ നമുക്ക് റീ എൻട്രി മാത്രമേ ഉള്ളൂ. 22,900. അപ്പോൾ ഈ ട്രേഡാണ് നമുക്ക് എസ് എൽ വന്നേക്കണത്. പിന്നെ നിഫ്റ്റിയിൽ ഒരു 45 പോയിന്റ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അത് റീ എൻട്രിയിലാണ് നമുക്ക് 45 പോയിന്റ് കിട്ടിയത്. അതും ഈ സെയിം സ്ട്രൈക്കിൽ തന്നെയാണ്. എസ് എല്ലിൽ പോയ ശേഷമാണ് റീ എൻട്രി. ആ റീ എൻട്രിയിലാണ് പ്രോഫിറ്റ് വന്നേക്കണത്. ബയ്യേഴ്സ് ഇവിടെ ക്ലോസ് ചെയ്തു, സെല്ലേഴ്സ് ഇവിടെ റിജക്റ്റ് ആക്കി. പിന്നെ എല്ലാവരും ലിമിറ്റിൽ അവിടെ എടുക്കും. ചിലപ്പോൾ ഇത് അടിയിലേക്ക് നോക്കി നിർബന്ധമൊന്നുമില്ല, ചിലപ്പോൾ അടി ലിമിറ്റിൽ എടുക്കും. അടിയിൽ നിന്ന് എടുത്തവർക്ക് എസ് എല്ലിൽ പോവില്ല കേട്ടോ. അത് കറക്റ്റ് നമുക്ക് നോക്കി അറിയാം. അത് എസ് എൽ സ്വൈപ്പ് ചെയ്തിട്ട് കയറി പോയിക്കണതാണ്. ഈ സ്വൈപ്പിങ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് എസ് എൽ കൊടുക്കേണ്ടടുത്ത് നിർത്തി കഴിഞ്ഞാൽ ഈ സ്വൈപ്പിങ് നടക്കില്ല. അതായത് ഒരു 12 രൂപ അടിക്ക് വരുന്ന ആൾ 10 രൂപ എസ് എൽ ഇടണു. അപ്പോൾ 12 രൂപ അടിയെ പോയിട്ട് അല്ലെങ്കിൽ 13 രൂപ അടിയെ പോയിട്ട് അത് നേരെ പിന്നെ തിരിച്ച് കയറി പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു സിനാരിയോ നടക്കാണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഈ എസ് എൽ കൊടുക്കണ ഈ ഭാഗത്തുനിന്ന്, ഈ എസ് എല്ലിൻ്റെ ഈ ഭാഗം കണ്ടല്ലോ, ഈ പോർഷൻ്റെ ഇവിടെ എന്തെങ്കിലുമൊക്കെ എൻട്രി എടുക്കണം അടിയിൽ നിന്ന്. അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത്തിരി വേണമെങ്കിൽ പ്രോബബിലിറ്റി കൂടുതലാണ് ടാർഗറ്റിലേക്ക് വരാൻ. അങ്ങനെയാണെങ്കിൽ എസ് എല്ലിൽ പോവില്ലേ. പക്ഷെ നമുക്ക് പോയിക്കണ എസ് എൽ ഞാൻ ലിമിറ്റിൽ നിന്ന് കറക്റ്റായിട്ട്
കാൽക്കുലേറ്റ് ചെയ്ത കാരണം നമുക്ക് എസ് എൽ എന്ന് പറയാൻ പറ്റുന്നത്. മനസ്സിലായില്ലേ? ഇനി ഇൻ കേസ് അത് എസ് എൽ പോയി പിന്നത്തെ ഓപ്ഷൻ റീ എൻട്രി ആണ്. തിരിച്ച് ബയേഴ്സ് കയറി സെല്ലേഴ്സ് കറക്റ്റ് ഇവിടെ ക്ലോസ് ചെയ്തു നമ്മുടെ ലെവലിൻ്റെ മുകളിൽ. പിന്നെ അടിയിലേക്ക് 10 പോയിൻ്റ് എസ് എൽ ഇടുക. ഇത് 5 പോയിൻ്റ് എസ് എൽ ആണ് കേട്ടോ. നിങ്ങൾ നോക്കുമ്പോൾ ആണ് ഇത് 5 പോയിൻ്റ് എസ് എൽ ഉള്ളൂ. ഇത് 10 പോയിൻ്റ് എസ് എൽ ആയിരുന്നു. അപ്പോൾ പിന്നെ 5 പോയിൻ്റ് ആക്കിയതാണ് ഞാൻ. അതിന് വേറെ കാരണമുണ്ട്. കറക്റ്റ് നിങ്ങൾക്ക് അടിയിൽ നിന്ന് തന്നെ കിട്ടും. ഇവിടെ സെല്ലേഴ്സ് ക്ലോസ് ചെയ്ത് പിന്നത്തെ ക്യാനിൽ അടിയിലേക്കാണ് വരുന്നത്. ഇതൊരു ഗ്യാപ്പ് ഡൗൺ ക്യാനല്ല, പിന്നെയാണ് മുകളിൽ പോയിട്ട് അടിക്കുന്നത്. അപ്പോൾ ഇത് അടിയിൽ നിന്ന് കിട്ടുന്ന ട്രേഡാണ്. അപ്പോൾ നമുക്ക് അടിയിൽ നിന്ന് എടുക്കാം. ഇത്തിരി അടിയിലേക്ക് പോയി അവിടെ നിന്ന് എടുക്കാം. അതായത് നിങ്ങൾക്ക് ഈ ഒരു പൊസിഷൻ കണ്ടറിയാം. ഇവിടെ ഞാൻ 5 പോയിൻ്റ് എസ് എൽ ആണ് ഇട്ടാണ്. ഈ ട്രേഡ് 10 പോയിൻ്റ് എസ് എൽ അല്ല ഇട്ടാണ്, 5 പോയിൻ്റാണ്. അതായത് ഈ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് 10 പോയിൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വരെ 10 പോയിൻ്റ് ഞാൻ കറക്റ്റ് ഇട്ടുണ്ടായിരുന്നു. അവിടെ 10ലേക്ക് മനസ്സിലായില്ലേ? ഈ 10 പോയിൻ്റ് ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഇത് അത്യാവശ്യം ഇത് സ്ട്രഗ്ലിംഗ് ആണ് കണ്ടു ഞാൻ. ഇവിടെ ഇത്തിരി സ്ട്രഗ്ലിംഗ് ആയി തുടങ്ങി മാർക്കറ്റ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് 5 പോയിൻ്റ് ഇട്ടാൽ മതിയെന്ന്. പക്ഷേ 5 പോയിൻ്റ് നമുക്ക് അടിച്ചിട്ടുമില്ല. അതാണ് ആ ട്രേഡ് പ്രോഫിറ്റിക്ക് ആയത്, വേറെ ഒന്നുമല്ല. കറക്റ്റ് 5 പോയിൻ്റ് അടിക്കേണ്ട സ്വൈപ്പ് ചെയ്തിട്ടാണ് കറക്റ്റ് നമ്മുടെ എസ് എൽ അടിക്കാണ്ടാണ് പിന്നെ കയറി പോകുന്നത്. അവിടെ ഒരു ചാൻസ് കുറവുള്ള പോലെ എനിക്ക് തോന്നി തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ 5 പോയിൻ്റ് ഇട്ടാൽ മതി, നിങ്ങൾ 10 പോയിൻ്റ് റിസ്ക് ഇനി എടുക്കണ്ട എന്ന് പറഞ്ഞത്. അത് ഇതിലും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഹൈ റിജക്ഷൻ, സോ എസ് എൽ 5 കൊടുക്കുക. ഹൈ റിജക്ഷൻ ഉണ്ട് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം എന്തോരം റിജക്ഷൻ എന്ന് നോക്കിയാൽ എന്തോരം ക്യാൻഡിൽസ് എന്തോരം വിക്സാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അത് അടിയിലേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ 5 പോയിൻ്റ് എസ് എൽ ഇട്ടാൽ മതി, 10 പോയിൻ്റ് കൊടുക്കാൻ നിൽക്കണമെന്ന് പറഞ്ഞു. നമ്മൾ ഈ ട്രേഡ് എടുത്ത സമയത്ത് 10 പോയിൻ്റ് തന്നെ എസ് എൽ മനസ്സിലായി. നമുക്ക് പോയിട്ടൊന്നുമില്ല എസ് എൽ. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ 5 പോയിൻ്റ് മതി എന്നാണ് പറഞ്ഞത്. അത് പക്ഷേ നിങ്ങൾക്ക് കാണാം അവിടെ നല്ലൊരു മൊമെൻറ്റ് കിട്ടി. പിന്നെ പെട്ടെന്ന് തന്നെ അടിക്കുന്നു. പക്ഷേ ഈ 5 പോയിൻ്റ് ഇവിടെ പോയില്ലേ, അതൊരു ഭാഗ്യമാണ് കാര്യം. എന്നിട്ട് പിന്നെ നേരിട്ട് അത് മുകളിലേക്ക് പോയായിരുന്നു. ഇതൊരു 44 പോയിൻ്റിൻ്റെ മൊമെൻറ്റ് കിട്ടി. 40 പോയിൻറ്റ്സ് അല്ല, 1:4 40 പോയിൻറ്റ്സ് ആയിട്ടാണ്. 44 പോയിൻ്റ് അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് കാണാം പിന്നെ അടിയിലേക്ക് വന്ന് സ്വൈപ്പ് ചെയ്ത് പിന്നെയും മുകളിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ 10 പോയിൻ്റ് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇത് പിന്നെയും വർക്കാണ് കേട്ടോ. ഈ സ്ഥലം പിന്നെയും എസ് എൽ പോയില്ലെന്ന് ഞാൻ പറയേണ്ടി വരും. പക്ഷേ 5 പോയിൻ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. 5 പോയിൻ്റ് കറക്റ്റ് സ്വൈപ്പ് ചെയ്ത് പിന്നെയും കയറി. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ തന്നെ ഒരു 6 ട്രേഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി ലാസ്റ്റ് ട്രേഡാണുള്ളത്. ലാസ്റ്റ് ട്രേഡാണ് 7ാമത്തെ ട്രേഡ്. പിന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു 12:45 ആയപ്പോൾ 48,200 സി, 48,200 പി, 22,900 പി, 22,900 സി. ഇത്രയും സ്ട്രൈക്ക് ഞാൻ പിന്നെയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് ഒരെണ്ണമാണ് ആക്ടിവേറ്റ് ആയിക്കണത്. ഈ ഒരെണ്ണത്തിലാണ് നമുക്ക് ഒരു 10 പോയിൻ്റ് മൂവ്മെൻറ്റ് കിട്ടിയത്. ഞാൻ അടുത്ത് കാണിച്ചിട്ടൊന്നുമില്ല. ഇതിൽ 10 പോയിൻ്റ് കിട്ടിയിട്ടുള്ളൂ കറക്റ്റ്. പക്ഷെ ഞാനിത് പറഞ്ഞത് നിങ്ങൾ നോക്കുക അവിടെ കറക്റ്റ്. അപ്പോൾ ഈ ട്രേഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൂടെ കാണാമല്ലോ, ബയേഴ്സ് ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്ട് ചെയ്തു. അപ്പോൾ ആ സെല്ലേഴ്സ് റിജക്ഷൻ വന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പിലിട്ട വോയിസിലാണ് ഇട്ടാക്കണത്. ഫസ്റ്റ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എൽ കൊടുക്കണ ഭാഗത്ത് നിന്ന് പഠിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. എസ് എൽ എവിടെ നിന്ന് കൊടുക്കണത് 185 175, അതാണ് നമ്മൾ എസ് എൽ. അങ്ങനെ വരുന്ന നേരത്ത് നിങ്ങൾ 175 അവിടേക്ക് വരുന്ന നേരത്ത് അല്ലെങ്കിൽ ഒരു 170 ആ റേഞ്ചിലേക്ക് വെക്കുന്ന നേരത്ത് മേടിച്ചാൽ മതി എന്നാണ് ഉദ്ദേശിക്കുന്നത്. എസ് എൽ കൊടുക്കണ ഭാഗം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചാൽ മതി. അങ്ങനെ എടുത്തവർക്ക് ഇത് 20 പോയിൻ്റിൻ്റെ മുകളിലേക്ക് 20 പോയിൻ്റൊക്കെ മൂവ്മെൻറ്റ് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ മിനിമം ഒരു 10 പോയിൻ്റ് എല്ലാവർക്കും 10 പോയിൻ്റിനുള്ള കിട്ടും. മിനിമം പറയണത് മിനിമം 10 പോയിൻ്റ് കിട്ടും. ഇതാണ് നമ്മുടെ ഫ്രീ ഗ്രൂപ്പ്. നമ്മൾ രാവിലെ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 27 ടു 31 വരെ നമ്മൾ ക്ലോസ് ചെയ്തേക്കാണ് ഫ്രീ ഗ്രൂപ്പ്. ഇനി ഫെബ്രുവരി 1 ഫ്രീ ഗ്രൂപ്പ് റീ ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കയറാട്ടോ. നമ്മൾ ഫെബ്രുവരി 1 തൊട്ടിട്ട് പിന്നെയും കോഴ്സ് കൊടുത്തു തുടങ്ങും, ഫ്രീ ഗ്രൂപ്പിലത്തെ കോഴ്സ്. നിങ്ങൾക്ക് ഇതുവരെ ഫ്രീ ഗ്രൂപ്പിൽ ഇരുന്ന ആൾക്കാർ ആരെങ്കിലും ഇതൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പെയ്ഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ട്രേഡിങ്ങിക്ക് വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോൾ നോക്കിയാലും ടാർഗറ്റ് അടിക്കുന്ന ഒരു ഏരിയ ഒന്നുമല്ല ട്രേഡിങ്. ടാർഗറ്റുകൾ വരും. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ട്രേഡ് ഫുള്ള് ടാർഗറ്റ് ആണെന്നൊന്നും എന്നെ കൊണ്ട് പറയാൻ പറ്റില്ല. അത് ഇപ്പോഴാണ് ഞാൻ പറയാം. എൻ്റെ ഒപ്പം ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഞാൻ എടുക്കുന്ന ട്രേഡൊക്കെ ടാർഗറ്റുകളാണ്. ടാർഗറ്റ് വരണമെന്നുള്ളൂ. ഈ 2 3 4 കിട്ടുന്ന ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ടായില്ല, അതൊന്നും പറയാനില്ല. അങ്ങനത്തെ ദിവസങ്ങൾ നമുക്ക് 4 5 കിട്ടിയെന്നൊക്കെ പറയാം. എന്തായാലും ഇന്ന് അറിഞ്ഞേ ഉള്ളൂ. ഇപ്പം നിഫ്റ്റിയിൽ 10 പോയിൻ്റ് പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരകളല്ല. ഒരു 10 പോയിൻ്റ് നിഫ്റ്റിയിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ ഈസി ടാസ്ക് അല്ല. അത് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് അതാണ്. നിഫ്റ്റിയിൽ 10 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈസി ടാസ്ക് അല്ല. ഇപ്പോൾ ബാങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന രീതിയിൽ ഇപ്പോൾ 60 പോയിൻ്റ് 80 പോയിൻ്റ് 40 പോയിൻ്റൊക്കെ ഞാൻ ഇവിടെ പറയേണ്ട, 50 പോയിൻ്റിൻ്റെ കാര്യമൊക്കെ പറയേണ്ടത്. പക്ഷേ ഈ ബാങ്കിലും ഈ പറഞ്ഞ പോയിന്റ്സ് കറക്റ്റായിട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ടാസ്ക് അല്ല. നിങ്ങൾക്കത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഈസി ആയിട്ട് തോന്നണതാണ്. അത് കുഴപ്പമില്ല, അത് നമ്മുടെ സ്ട്രാറ്റജി അങ്ങനെയാണ്. ഇനിയിപ്പോൾ വെള്ളിയാഴ്ച ട്രേഡ് എടുക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇന്ന് അവർക്ക് പ്രോഫിറ്റ് ആയി ഉണ്ടാവണം, മനസ്സിലായില്ലേ? അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇവരൊക്കെ ട്രേഡ് എടുക്കണമെങ്കിലാണ് പ്രോഫിറ്റിക്ക് പോകാൻ പറ്റുള്ളൂ. ഞാൻ അവിടെ കൊടുക്കുന്ന സർവീസ് എന്തായാലും നല്ലതാണ്. അതായത് അത് എനിക്കറിയാം കറക്റ്റായിട്ട് ഞാൻ എങ്ങനെയാണ് ഇവരെ കൊണ്ട് ബൈ ചെയ്യിപ്പിക്കണത്, എങ്ങനെയാണ് ഒരു പ്രോഫിറ്റ് എടുക്കണത്, എത്ര എസ് എൽ ഇവർക്ക് പോവും, എങ്ങനെയൊക്കെ എത്ര എസ് എൽ പോകുമെന്ന് നമുക്കറിയാമല്ലോ.
നമുക്ക് ട്രേഡിങ് ഞാനൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ എത്രത്തോളം ഒരാൾ എസ്എല്ലിരിക്കും എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതിനും മാത്രം എസ്എല്ലൊന്നും പോകണില്ല എന്നറിയാം, അതിനും മാത്രം നല്ല റിക്കവറി നടത്തുന്നുമുണ്ട്. അപ്പോൾ പിന്നെ പ്രോഫിറ്റിക്ക് വരുന്ന പോയിന്റ്സ് വേറെയും അങ്ങനത്തെ പോയിന്റ്സൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ അവരങ്ങനെ ലോസിലിരിക്കേണ്ട ആവശ്യങ്ങൾ എന്തായാലും പേഡ് ഗ്രൂപ്പിലില്ല. 5000 ക്യാപിറ്റൽ ഇട്ടിട്ട് അത് 50,000 ആക്കണ ടെക്നിക്ക് ഇല്ല എന്തായാലും കേട്ടോ. അങ്ങനത്തെ ഒരു ടെക്നിക്കില്ല. 5000 ക്യാപിറ്റൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഈ പറഞ്ഞ ഒരു 500 to 1000 രൂപയൊക്കെ കിട്ടുമായിരിക്കും. മനസ്സിലായില്ലേ? അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ, കിട്ടുമായിരിക്കും. 5000 to 10,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ 500 to 1000 രൂപയൊക്കെ നിങ്ങൾക്കൊരു ട്രേഡിൽ കിട്ടുമായിരിക്കും. നിങ്ങൾ നന്നായിട്ട് ട്രേഡ് ചെയ്യണം. നമ്മുടെ സ്ട്രാറ്റജി അത്രയും ഫാസ്റ്റിൽ നിങ്ങൾ പഠിക്കണം. പിന്നെ അത്രയും ഫാസ്റ്റിൽ നിങ്ങൾ ട്രേഡ് ചെയ്യണം. എന്നാലാണ് ആ പറഞ്ഞ പ്രോഫിറ്റിക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ. ഇത് അത്ര വിഷയമില്ലാത്ത ദിവസം തന്നെയായിരുന്നു കേട്ടോ. ഈസി ആയിരുന്നു. വലിയ പ്രശ്നങ്ങളൊന്നും നിഫ്റ്റി ഉണ്ടാക്കിയില്ല. നിഫ്റ്റിയും ബാങ്കും വലിയ പ്രശ്നത്തേക്കൊന്നും വന്നിട്ടില്ലേ. അതുകൊണ്ട് പിന്നെ ഈസി ആയിരുന്നു ട്രേഡ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് DM ചെയ്താൽ മതി. പേഡ് ഗ്രൂപ്പിൽ ആഡ് ആക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ ഈ കണ്ടൻറ്റൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ എൻ്റെ ഫ്രീ ഗ്രൂപ്പിൽ കയറാം, ഏൺ ചെയ്യാം. ബേസിക്കലി ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. പിന്നെ നിങ്ങളുടെ ലോസിൽ നിൽക്കുന്ന ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ട്രേഡ് എടുക്കാൻ അറിയണവരാണെങ്കിൽ അവർക്കും പ്രോഫിറ്റിലേക്ക് വരാൻ പറ്റും. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്സ്റ്റോക്കിലും ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിലും നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ DM ചെയ്യാൻ എനിക്ക്. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. ഈ ആഴ്ച നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെയും എക്സ്പീരി ഒരുമിച്ചാണ്. ബാങ്ക് നിഫ്റ്റിക്ക് മന്ത്ലി എക്സ്പീരി ആണ്, നിഫ്റ്റിക്ക് വീക്കിലി എക്സ്പീരി ആണ്. 30-ാം തീയതിയാണ് രണ്ടും നടക്കുന്നത്. അപ്പോൾ നല്ല വോളാറ്റിലായിരിക്കും ആ ടൈമിൽ. നിങ്ങൾ ഇപ്പോഴേ മനസ്സിലാക്കുക, നല്ല വോളാറ്റിലായിരിക്കും. SLകളൊക്കെ പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ SLാണ് വെക്കുന്നത്. അപ്പോൾ ഈ ചെറിയ SLൊക്കെ ഈസി ആയിട്ട് അടിച്ച് പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ട്രേഡിങ് ചെയ്യുക. ചിലപ്പോൾ നാളെ തൊട്ട് ചിലപ്പോൾ നല്ല വോളാറ്റിലിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ റേഞ്ചിങ് ആവാൻ സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തിൻ്റെ അവസാനമാണ്. മനസ്സിലായില്ലേ? ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പീരി ആണ്. അപ്പോൾ ഇത്തിരി ടാസ്ക്കാണ് ട്രേഡിംഗ് ഒക്കെ. അപ്പോൾ അതൊക്കെ കണ്ടറിഞ്ഞ് നിങ്ങൾ ട്രേഡ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ.